കയ്യിൽ സാധാരണയിൽ കവിഞ്ഞ ഒരു വലിയ പത്രക്കെട്ടുണ്ടല്ലോ, ഇംഗ്ലീഷ് പത്രമാണോ? ഉണ്ട്. അത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. അതിൽ കൗതുക വാർത്ത വന്നിട്ടുണ്ട്. കൗതുക വാർത്തയാണ്. രാഹുൽ ഗാന്ധിയുടെ കേസുകളുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അത് കൗതുക വാർത്തയാണ്. പിന്നെ കൗതുകം ജനിപ്പിക്കുന്ന വാർത്തയാണ്. അത് 2 പേജുണ്ട്. 2 പേജേ ഉള്ളോ? നമ്മുടെ ചില സുരേന്ദ്രനൊക്കെ 18 പേജൊക്കെ ആയിരുന്നു. നിൽക്കപ്പം തെറ്റിപ്പോയി. 2 അല്ല 3 പേജുണ്ട്. 18 കേസുണ്ട് പുള്ളിയുടെ. 18 കേസ് ഡിക്ലെയർ ചെയ്തത്. ഇനി എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാൻ വിട്ടുപോയോ? അത് ഈ മാനനഷ്ട കേസൊക്കെ അല്ലേ? അതിൽ രസകരമായ ഒരു കേസുണ്ട്. ഡിസ്ക്ലോഷർ ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് പേരൻസ് ഓഫ് മൈനർ റേപ്പ് വിക്ടിം ഗേൾ ഓൺ ദ ട്വിറ്റർ ഹാൻഡിൽ ഓഫ് ദ കാൻഡിഡേറ്റ്. ഓ, അത് ശരി. അതായത് മൈനർ റേപ്പ് വിക്റ്റിമായ മൈനറിൻ്റെ പ്രായപൂർത്തിയാവാത്ത അച്ഛനമ്മമാരുടെ പേര് ഡിസ്ക്ലോസ് ചെയ്തു. അപ്പോൾ പിന്നെ കുട്ടിയെ അറിയാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് സെക്ഷൻ 228A IPC, സെക്ഷൻ 23(4) പോക്സോ, സെക്ഷൻ 74 ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ഇത് വെച്ചിട്ടാണ് കേസ് എടുത്തത്. കുഴപ്പമുള്ള കേസാണല്ലോ അത്. അതല്പം കുഴപ്പമുള്ള കേസാണ്. ഇത് രാഹുൽ ഗാന്ധി ചെയ്തത് നമ്മുടെ പിണറായി വിജയൻ ചെയ്തതുമായിട്ട് താരതമ്യം ചെയ്താൽ നിസ്സാര കേസാണ്. പിണറായി എന്ത് ചെയ്തു? കഠുവ പെൺകുട്ടി കാശ്മീരിലെ പിണറായി വിജയൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ ഇപ്പോഴും കഠുവ പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. അച്ഛനമ്മമാരുടെ അല്ല, പെൺകുട്ടിയുടെ ഫോട്ടോ പിണറായി വിജയൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ ഇപ്പോഴും ഉണ്ട്. ഒരു കേസുമില്ല. അന്ന് കഠുവ പെൺകുട്ടിയുടെ ഫോട്ടോ ചാനലുകളിൽ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോടതി സകല ചാനലിലും 10 ലക്ഷം രൂപ വീതം പഴിയിട്ടു. എന്നിട്ടും പിണറായി ഈ ഹാൻഡിലിൽ നിന്ന് ഈ ഫോട്ടോ എടുത്ത് മാറ്റിയില്ല. പിണറായി അത് ചെയ്തു, കോടിയേരി ബാലകൃഷ്ണൻ അത് ചെയ്തു. കേരളത്തിൽ വലിയ ക്യാമ്പയിൻ നടന്നു. എന്നിട്ട് ഇവിടുന്ന് നമ്മളുടെ പരാതിയായിട്ട് പോയില്ല. ദീപാനിശാന്ത് അത് ചെയ്തു. കോടതി ഇതിനിടയ്ക്കൊരു ഡയറക്ഷൻ കൊടുത്തു. ആ പെൺകുട്ടിയുടെ പേര് ഒരിടത്തും പരാമർശിക്കാൻ പാടില്ല. ഫോട്ടോ പോട്ടെ, പേര് പോലും പരാമർശിക്കാൻ പാടില്ല. ഒരു നമ്പർ, അവരെന്നെന്തോ 74 എന്നോ മറ്റോ പറഞ്ഞൊരു നമ്പർ കൊടുത്തു. കേരളത്തിൽ ഐ ആം നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടന്നു. എനിക്കൊരു പേരുണ്ട്, അത് ഇന്നതാണ്, ഐ ആം നോട്ട് എ നമ്പർ. ആ ഇന്ന പേര് വെളിപ്പെടുത്തി. സകല ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ഡിമാല ഗുണ്ടന്മാരും ഐ ആം നോട്ട് എ നമ്പർ എന്നുള്ള ക്യാമ്പയിൻ ഫേസ്ബുക്കിൽ നടത്തി. ഒരൊറ്റ കേസും ഉണ്ടായില്ല. ഒരു കേസും ഉണ്ടായില്ല. അല്ല, ഈ സംഭവത്തെ തുടർന്ന് പ്രതിരോധത്തിലായത് കേരളത്തിലെ BJP-ക്കാരാ. അവരിത് അറിഞ്ഞൂല്ല, മനസ്സിലായില്ല. ഈ മനസ്സിലായാലും എന്ത് ചെയ്യും? ഒന്ന്, നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. CRPCയിലെ സ്റ്റെപ്പ് അനുസരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക. പോലീസ് ആക്ട് ചെയ്തില്ലെങ്കിൽ 15 ദിവസത്തിനകം SP-ക്ക് പരാതി കൊടുക്കുക. SP ആക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോവുക. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് 2 വഴികളുണ്ട്. ഒന്ന് 156(3) വെച്ചിട്ട് പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കാം, FIR ഇട്ട് കേസെടുക്കാൻ പറയാം. 2, സെക്ഷൻ 199 വെച്ചിട്ട് നമ്മളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പുള്ളി തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ കഴമ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് സമൻസ് അയക്കുക പ്രതിക്ക്. ഇത് 2ാമത്തെ വഴി. എല്ലാ മജിസ്ട്രേറ്റുമാരും ഇതുപോലത്തെ കോൺട്രവേഴ്സ്യൽ മാറ്റർ വന്നു കഴിഞ്ഞാൽ ഈ 2ാമത്തെ വഴിയിലേക്ക് പോകും. 156(3) വെച്ചാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എങ്കിൽ പോലും മജിസ്ട്രേറ്റിന് അത് 199ലേക്ക് കൊണ്ടുപോകാനുള്ള അധികാരമുണ്ട് എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുമുണ്ട്. കാരണം ഈ കള്ളക്കളി ഇവിടുന്ന് അവിടം വരെ കളിക്കണമല്ലോ. അതിന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു, മജിസ്ട്രേറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. നിങ്ങളുടെ പരാതി 156(3) ആണെങ്കിലും 199 വഴി കൊണ്ടുപോകാം. അതുകൂടാതെ ഇതിന് പ്രോസിക്യൂഷൻ സാങ്ഷൻ വേണം. ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോൾ ആ സാങ്ഷൻ ചോദിച്ചാൽ മതി. പക്ഷേ മജിസ്ട്രേറ്റുമാർ അറ്റ് എനി പോയിൻ്റ് ദേ ക്യാൻ ആസ്ക് സാങ്ഷൻ. അവിടെ വെച്ച് നിങ്ങളോട് സാങ്ഷൻ കൊണ്ടുവരാൻ പറയും. കൊണ്ടുവരാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളൊരു മൊഴി എടുത്തിട്ട് അതവിടെ ഇടും. ഒന്നാമത് ഈ കേസുമായിട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾ 156(3) ആപ്ലിക്കേഷൻ വയ്ക്കുമ്പോൾ നോക്കുമ്പോൾ പ്രതി പിണറായി വിജയനാണ്. മെയ് മാസം 23-ാം തീയതി മാറ്റി.
ഇങ്ങനെ ഞാൻ കൊടുത്ത ഒരു പരാതിയിൽ അതിൽ പിണറായി വിജയനായിരുന്നില്ല, അബ്ദുൽ നാസർ മദനിയായിരുന്നു അതിൽ പ്രതി. 1.5 വർഷം മാറ്റി വെച്ചുകൊണ്ടിരുന്നു. 1.5 വർഷം. ഈ ഓരോ തവണയും നമ്മൾ ചെല്ലണം കൃത്യമായിട്ട്. നമ്മൾ ചെന്നില്ലെങ്കിൽ കംപ്ലൈനൻ്റ് ആബ്സെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പം തള്ളും. അതാണ് നമ്മുടെ നിയമസഭ. നമ്മളെ വരുത്തി നമുക്കിട്ട് പണിയാണ്. ഞാൻ ഈ മജിസ്ട്രേറ്റ്മാരെ കുറ്റം പറയുന്നൊന്നുമല്ല, അവരവരുടെ പ്രാണരക്ഷാർത്ഥമൊക്കെ ചെയ്യുന്നതായിരിക്കാം. ഇതിങ്ങനെ മാറ്റിവെച്ചു. 1.5 വർഷം മാറാതെ ഞാനതിൻ്റെ പിന്നിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് പ്രോപ്പർ കോർട്ടിലേക്ക് പോകാനൊരു ഓർഡർ തന്നു. അതായത് ഈ കോടതി അല്ല സമീപിക്കേണ്ടത്. അത് ശരി. 1.5 വർഷം കഴിഞ്ഞു. പ്രോപ്പർ കോർട്ട് ഏതാണെന്ന് അന്വേഷിച്ച് ഞാൻ രജിസ്ട്രിയിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു എറണാകുളത്തെ എക്കണോമിക് ഒഫൻസ് വിങ്ങിലാണ്. ഞാൻ പറഞ്ഞു പക്ഷേ ഇത് എക്കണോമിക് ഒഫൻസ് അല്ല, കേസ് വേറെയാണ്, ഗൂഢാലോചനയാണ്, വധശ്രമമാണ്. അപ്പോൾ അത് എക്കണോമിക് ഒഫൻസ് ആവുന്ന ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല, അത് ഞങ്ങൾ അങ്ങോട്ട് വിട്ടേക്കാം, നിങ്ങൾ പോയാൽ മതി. ഇത് വിടാനായിട്ടൊരു 2 മാസം എടുത്തു. വിട്ടോ വന്നോ എന്നൊക്കെ ചോദിച്ച് ഞാൻ നടന്നു. വന്ന് അവിടെ ഒരു 2 മാസം കഴിയുമ്പോൾ ബോൾഡായിട്ടൊരു മജിസ്ട്രേറ്റ് പോലീസിന് നിർദ്ദേശം കൊടുത്തു, FIR ഇടാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഇതിൻ്റെ സാധനം. ആരിതിൻ്റെ പിന്നാലെ ഇങ്ങനെ നിൽക്കും. ഞാനൊരു പൊട്ടനായതുകൊണ്ട് ഇങ്ങനെ കോടതി കയറി നടന്നു. ഇപ്പോൾ പിണറായി വിജയനും ഇതുപോലെ തന്നെ ഈ ക്രിമിനൽ കേസുകൾ അവസാനിക്കുന്നില്ല. ആസ് ഓൺ ഡേ ഈ അങ്ങേരുടെ ട്വിറ്റർ ഹാൻഡിൽ പോയിട്ട് ഈ സാധനം എടുത്തിട്ട് ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ചെയ്യേണ്ട എങ്കിൽ ചെയ്യാതിരിക്കാൻ 100 വഴികൾ. കണ്ടില്ലെന്ന് വയ്ക്കാം. ഇത് പറയാമല്ലോ, TG തന്നെ പറഞ്ഞല്ലോ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞ് വിഷമിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു. ഇതാണ് ഈ കേസുകളുടെ പ്രത്യേകത. ഭരണത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ കിങ്കരന്മാരെയും കിങ്കരികളും ചേർന്ന് ഈ പെൺകുട്ടിയെ അപമാനിച്ചു. കട്ടുവയിലെ പെൺകുട്ടിയെ. ആർക്കും ഒരു പരാതി ഉണ്ടായില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ വലിയ പ്രശ്നമായേനെ. ഇപ്പോൾ ഈ ദിലീപിൻ്റെ കേസിലെ അതിജീവിതയില്ലേ, ആ അതിജീവിതയുടെ പേര് എൻ്റെ പൊന്നായ SN സ്വാമി എന്ന് പറഞ്ഞ പ്രായമായ പ്രൊഡ്യൂസർ, അദ്ദേഹം ഒരു TV ചർച്ചയിൽ ഓർക്കാതെ ഈ പേര് പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തു. ഞാൻ അന്തം വിട്ടുപോയി. പുള്ളി പറഞ്ഞല്ല, കേസെങ്കിൽ കേസ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എവിടെ ഹാജരാകാൻ പറഞ്ഞാൽ മതി. ഞാൻ ആ പേര് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് ഈ നിയമം ചട്ടം അറിയാം, ഓർക്കാതെ പറഞ്ഞു പോയപ്പോൾ. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ഇവരുടെ ഫോട്ടോയും പേരും ഒക്കെ ആയിട്ട് ഒരു വനിതാ മാഗസിനിൽ അഭിമുഖം കൊടുത്തിരിക്കുന്നു. കവർ സ്റ്റോറി ആയിരുന്നു സ്വയം. അപ്പോൾ പിന്നെ എന്തിനാണ് ആ വൃദ്ധനെ ഉപദ്രവിച്ചത്? സ്വാമി എന്തു ആയിക്കോട്ടെ. അപ്പം ഇതിൻ്റെ ന്യായം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറഞ്ഞുകൂടാന്നാണ്. ഇരയുടെ പേര് നിങ്ങൾ പറഞ്ഞുകൂടാ. ഇരയ്ക്ക് സ്വന്തം പേര് പറഞ്ഞുകൂടാന്ന് പറയാൻ പറ്റുമോ? ഇര പറയും, നിങ്ങൾ പറയാൻ പാടില്ല. പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ചെല്ലുമ്പോൾ കണ്ടില്ല, നോ അഡ്മിഷൻ എന്ന് എഴുതി വയ്ക്കും. പോസ്റ്റ്മാന് കയറാം, നമ്മൾ കയറരുത്. അപ്പോൾ അതുപോലെയാണ് ഈ ചട്ടങ്ങളൊക്കെ. പോക്സോ പിണറായി വിജയന് ചെയ്യാൻ നമ്മൾ ചെയ്തുകൂടാ. ഇത് രാഹുൽ ഗാന്ധി ചെയ്തു, അത് കേസായി. കാരണം അത് കേരളമല്ലല്ലോ, കേരളത്തിലാണ് ഈ സംഭവം. പിന്നെ ഉള്ളത് ഒരു കോപ്പിറൈറ്റ് ആക്ട് കേസാണ്. അതായത് ഒരു കമ്പനിയുടെ പാട്ട് രാഹുൽ ഗാന്ധി അനുമതിയില്ലാതെ ഉപയോഗിച്ചു. പിന്നെയുള്ളത് ഡിഫമേഷൻ, അതായത് RSSകാർ ഗൗരി ലങ്കേഷിനെ കൊന്നു. സ്ഥിരം ഇവിടെ ഇപ്പോൾ അധികം കേൾക്കുന്നില്ല ഗൗരി ലങ്കേഷ് വിട്ടു. ദാബോൾക്കർ, കൽബുർഗി, ഗൗരി ലങ്കേഷ് ഇപ്പോൾ കേൾക്കാനില്ല, മാർക്കറ്റില്ല. കാര്യം എന്താണെന്നറിയാമോ? ഗൗരി ലങ്കേഷിൻ്റെ കേസിൽ പിടിക്കപ്പെട്ടത് അവരുടെ സഹോദരനാണ് വെടിവെച്ച് കൊന്നതെന്ന് സംശയിക്കുന്നു. ഇപ്പോഴും തെളിഞ്ഞിട്ടൊന്നുമില്ല കേസ്. കുടുംബ വഴക്കാണ്. ഗൗരി ലങ്കേഷിൻ്റെ അച്ഛൻ്റെ പത്രം സാമാന്യം സക്സസ്ഫുള്ളായിട്ട് നടക്കുന്ന ഒരു വീക്കിലിയോ പത്രമായിരുന്നു. അത് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഗൗരി ലങ്കേഷിന് ഏറ്റെടുത്തു. അനിയനെ പുറത്താക്കി, അനിയനെ ചേട്ടനെ ആരോ പുറത്താക്കി. ഇവർ വലിയ ഫിഗറാണ്, ഇടതുപക്ഷ ഡിങ് ഡോങ് ആണ്, അർബൻ നക്സൽ. അപ്പോൾ ഇതിൽ അവരുടെ കയ്യിൽ ഗുണ്ടയുണ്ട്, എല്ലാം ഇവർ പുറത്തായി. മറ്റൊരു കേസ് കൊടുക്കാൻ പോലും അവർക്ക് പേടിയാണ്. അവസാനം അതിലാരോ ആണ് ഇവരെ വെടിവെച്ചെന്ന് സംശയിക്കുന്നു. അതോടെ ഇവിടുത്തുകാരുടെ മൊഴിമുട്ടി. ഇവിടെ സാറാ ജോസഫ് ഗൗരി ലങ്കേഷിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, ചേച്ചി അത് കുടുംബ വഴക്കാണ് കേട്ടോ. ആണോ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, മുങ്ങിക്കോ? അങ്ങനെ തോമസ് കുട്ടി വിട്ടോടാന്ന് പറഞ്ഞുകൊണ്ട് സാറാ ജോസഫ്, M മുകുന്ദൻ, ഇവരൊക്കെ അശോകൻ ചെരുവിൽ ആ സ്ഥലം വിട്ടു. ഇത്
രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഏറ്റുപിടിപ്പിച്ചിരുന്നു. ആ. അവിടെ വേറെ അതിന് ചുമതലകളുണ്ട്. അത് കേസുണ്ട്. അലീജ് ഡിഫമേഷൻ അഗൻസ്റ്റ് RSS വിത്ത് റെഫറൻസ് ടു ദ മർഡർ ഓഫ് ജേർണലിസ്റ്റ് ഗൗരി ലങ്കേഷ്. അത് കഴിഞ്ഞ് അലീജ് ഡിഫമേഷൻ അഗൻസ്റ്റ് ഭാരതീയ ജനതാ പാർട്ടി, ഇറ്റ്സ് ലീഡേഴ്സ്, സപ്പോർട്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് വിത്ത് റെഫറൻസ് ടു ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ദ പാർട്ടി. ഇത് അന്ന് പ്രസിഡൻറ്റ് 2018 പ്രസിഡൻറ്റ് അമിത് ഷാ. അമിത് ഷായുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ RSSകാർ ഒരു സ്ഥലത്ത് തടഞ്ഞു എന്ന് പറഞ്ഞ് അവർ ഡിഫമേഷൻ കേസ് കൊടുത്തു. അവർ തടഞ്ഞിട്ടുമില്ല, അവർ ചുക്കുമില്ല. ഇങ്ങനെ പറഞ്ഞു RSS ആണ് തടഞ്ഞതെന്ന്. പിന്നെ RSS സ്ഥിരം മഹാത്മാഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞുള്ള കേസ്. ഇത് കഴിഞ്ഞു. പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ബൈ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി, ഫോർമർ MP രാജ്യസഭ, regarding alleged conspiracy to criminally misappropriate and cheat the shareholders of Associated Journalists Limited by Young Indian and its directors. പണി കിട്ടാൻ പോണ കേസ് അല്ലേ? പണി കിട്ടിയ കേസ്, ജാമ്യത്തിൽ നിൽക്കിയത്. അത് കഴിഞ്ഞു. അഹമ്മദാബാദ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ 750 കോടി രൂപ ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് വിട്ടു. ഇത് പറ്റിച്ചു എന്ന് പറഞ്ഞ് ഒരു ആരോപണം. ആ കേസ് വെളുപ്പിച്ചെടുത്തു. ആ കേസ് വെറുതെ കേസല്ല. അഹമ്മദാബാദ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ അമിത് ഷായും ഉണ്ട്. അതാണ് ഇവർക്ക് ചൊറിഞ്ഞ് പോയി ഈ കേസ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മോദി എന്ന പേരുള്ള സമാജത്തെ അപമാനിച്ചു. മറ്റേ അതൊരു കേസ്, ഡിസ്ക്വാളിഫിക്കേഷൻ വരെ എത്തിയ കേസ്. മറ്റേ അതിനിടയ്ക്ക് ഈ BJPയുടെ പ്രസിഡൻറ്റിനെതിരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളെന്ന് പറഞ്ഞ് വിളിച്ചത് ഹൈക്കോടതിയിലെത്തി. അതവിടെ നിൽക്കുന്നു. പിന്നെ അടുത്തൊരു കേസ്, അത് ബീഹാറിലാണ്. കേസ് ഇത് തന്നെ. മോദി എന്ന സർനെയിമുള്ള എല്ലാവരും കള്ളന്മാരാകുന്ന എങ്ങനെ. ബീഹാറിലെ കേസ്. ജാർഖണ്ഡിലും അതേ കേസുണ്ട്. ഈ മോദി എന്ന് കള്ളന്മാരെ മോദി എന്ന് വിളിച്ചത്. പിന്നെ അല്ല, ഈ വയനാട് മത്സരിക്കുന്ന ആളിൻ്റെ നമ്മൾ ഒരു സ്ഥാനാർത്ഥിയുടെ പറഞ്ഞു, സുരേന്ദ്രൻ. അപ്പോൾ മറ്റേ സ്ഥാനാർത്ഥികളെ പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത്. പിന്നെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു ഡിഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് മാറ്റർ വ്യക്തമാകുന്നില്ല. അതിൻ്റെ ട്രയൽ ഇപ്പോൾ ബോംബെ ഹൈക്കോടതി നിർത്തിവെച്ചിരിക്കുകയാണ്. പിന്നെ വീണ്ടും BJP പ്രസിഡൻറ്റിനെ ഇത് പറഞ്ഞു, BJP പ്രൈം മിനിസ്റ്റർ ഇത് ചെയ്തു. പിന്നെ സാവർക്കറെ അപമാനിച്ചു. അതൊരു ബോംബെയിലെ കേസ്. ആ കേസ് ഉത്തർപ്രദേശിൽ. അല്ല, അത് സാവർക്കറുടെ ഏതോ ബന്ധുവല്ലേ കൊടുത്തിരിക്കുന്നത്? മഹാരാഷ്ട്ര കൊടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ആ പ്രസംഗം അവിടെയാണ് നടത്തിയത്. പിന്നെ മുഴുവൻ ഈ BJPക്കെതിരെയുള്ള BJPയുടെ മാനനഷ്ട കേസുകളാണ്. മൊത്തം 18 കേസുണ്ട്. അതിൽ ഏറ്റവും സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം പോക്സോ ആയി ബന്ധപ്പെട്ട കേസ്. ബെയിൽ എടുത്തിട്ടുണ്ടോ? ഇതിൽ ഒരുപാട് ബെയിൽ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ല, അതിൽ FIR ഇട്ടതല്ലാതെ വേറെ ആക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ജാമ്യം എടുക്കേണ്ടി വരുമല്ലോ. പോക്സോ കേസിൽ രാഹുൽ ഗാന്ധി പ്രതിയാണ്. ജാമ്യം എടുക്കേണ്ടി വരും. ജാമ്യം എടുക്കേണ്ടി വരും. അത് 2021 കേസാണ്. ഇതുവരെ അത് പ്രൊസീഡ് ചെയ്തിട്ടില്ല കോടതി. അതുകൊണ്ട് ഇയാൾക്ക് കോപ്പിയും കൊടുത്തിട്ടില്ല. അതും ഇങ്ങനെ പറയുന്നുണ്ട്. ഐ എം ഓൾസോ നോട്ട് അവെയർ ഓഫ് വെദർ ഐ ആം arraigned as an accused in this FIR. I am however disclosing the existence out of abundant caution. കൂടുതൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട് ഇങ്ങനൊരു കേസുണ്ട്. അറിയില്ല. പ്രതിയാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ FIRൻ്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നിൽക്കുകയാണത്. അല്പം സെൻസിറ്റീവ് കേസാണ്. അതുകൊണ്ടാണ് അത് ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബാക്കി നമ്മുടെ ഇന്ന് ആൻ്റണിയുടെ ഉണ്ട്, KC വേണുഗോപാലിൻ്റെ ഉണ്ട്, ഡീൻ കുര്യാക്കോസിൻ്റെ ഉണ്ട്. ചുരുക്കി പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ്സിന് കോളാണ്. കുറച്ച് കാലമായിട്ടല്ലേ? എല്ലാ മാസവും ഇലക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ. അതെ, അതൊക്കെ ചെയ്യേണ്ടത് ചെയ്യണമല്ലോ. പക്ഷേ നമുക്ക് TG ഒരു ദിവസം പറഞ്ഞിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്, അത് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. നോക്കാം. ഞാനത് മറന്നുപോയത്.
ഇന്നും അതുണ്ട് കോടതി വിധി 25th September 2018 അതെ പബ്ലിക് ഇൻട്രസ്റ്റ് ഫൗണ്ടേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് നമുക്ക് ഇന്ത്യ. എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ അതൊന്ന് ചെയ്യാം. കാരണം ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ കേസിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് ഒന്ന് ചർച്ച ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ കോടതി വിധി വന്നതിന് ശേഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് ഇങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. അന്ന് ഉണ്ടായിരുന്നു എന്ന് പലരും എന്നെ ഫോൺ വിളിച്ച് പറയുകയും നമ്മളെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയും അതെയോ? പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. നമ്മൾ കാണാഞ്ഞിട്ടായിരിക്കാം. കാരണം അത്രയധികം പേര് അതിൽ താഴെ കമൻറ്റ് എഴുതി. അല്ലെങ്കിൽ നമ്മൾ കാണാത്ത പത്രത്തിലായിരിക്കാം വന്നിരിക്കുന്നത്. ഞാനിത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 3 ഡിക്ലറേഷനുണ്ട്, C1 C2 C3 അങ്ങനെ. ഇതിപ്പോൾ C2 ആണ്. C1 C2 C3 ഉണ്ട്. C1 അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം കൊടുത്താൽ മതി, ഡിക്ലെയർ ചെയ്താൽ മതി. C2 ഓൾ കേരള എഡിഷനായിട്ട് വരണം. C3 ആ ജില്ല നിയോജകമണ്ഡലം അടങ്ങുന്ന ജില്ല, ചില നിയോജകമണ്ഡലം 2 ജില്ലയിലായിട്ടൊക്കെ അവിടെ വരണം. അങ്ങനെ എന്തോ ആണ് എൻ്റെ ചട്ടം. അപ്പോൾ അവർ പറഞ്ഞു അതനുസരിച്ച് ഈ സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞങ്ങളത് ഏത് എഡിഷൻ കൊടുക്കണമെന്ന് പറയും. അവർക്കറിയാം ഏതൊക്കെ എഡിഷനിൽ വരണം, എന്ത് ചെയ്യണം. അപ്പോൾ അവർ 2 എഡിഷൻ 3 എഡിഷൻ അല്ലെങ്കിൽ ഓൾ കേരള എഡിഷൻ എന്നൊക്കെ പറയും. ഒരുപക്ഷെ നമ്മൾ കാണാത്ത പത്രത്തിലായിരിക്കും വന്നിരിക്കുന്നത്. അങ്ങനെയാവാം. അന്ന് ലോക്കൽ മതി എന്ന് തീരുമാനിക്കും. സംതിങ് മൈറ്റ് ഹാപ്പൻ. എനിവേ ഇത്രയധികം പേര് കമ്മിറ്റി വെറുതെ നുണ പറയില്ല, ഞാൻ കണ്ടതാണെന്നൊക്കെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് ഞാനത് മറന്നുപോയത്. അതെടുത്തിട്ട് നമുക്ക് കാണിക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ മര്യാദ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.